പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാത വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും നിങ്ങളുമായി ഒരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഈ പ്രഭാത ചിന്തയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. സർവകൃപാലുവായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശേഷാൽ നമ്മുടെ കേരളം വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മലയോര മടക്കുകളിൽ ഒന്നായ വയനാട് വളരെ പ്രതിസന്ധിയിൽ കൂടെ ആ ദേശം കടന്നു പോകുന്നു. ആകയാൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സഹായഹസ്തങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയുമെങ്കിൽ കഴിവതും നമ്മളെക്കൊണ്ടുള്ള എല്ലാ കഴിവുകളും നമ്മുടെ എല്ലാ സഹായങ്ങളും ആ ദേശത്തിന് പ്രയോജനപ്പെടട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ കഴിഞ്ഞ പ്രഭാതങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന യാക്കോബിൻ്റെ കഷ്ടകാലത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിൽ കല്ലുകൾ എന്ന് പറയുന്ന പദം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട് ചിന്തിച്ചു. ഈ പ്രഭാതത്തിലും 70 ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള തുടർ പഠനമാണ് ഇവിടെ നടക്കുന്നത്. 70 ആഴ്ചവട്ടത്തിൽ ദാനിയേൽ പ്രവചന പുസ്തകം 9-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ 70 ആഴ്ചവട്ടം, അതിന് എബ്രായ പദത്തിൽ ഷാബു എന്ന പദമാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യ അടിസ്ഥാനത്തിലും സക്കറിയാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം 34-ാമത്തെ വാക്യം, ഈ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ 70 ആഴ്ചവട്ടത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവചന പുസ്തകം അല്ലാതെ തന്നെ 2 ഭാഗങ്ങളിൽ 70 ആഴ്ചവട്ടത്തിൻ്റെ ഒരു കണക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 70 ആഴ്ചവട്ടത്തെ നമുക്ക് 3ആയിട്ട് തിരിച്ച് പഠിക്കുവാൻ കഴിയും. അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാലഘട്ടമെന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ വിളി മുതൽ മിസ്രൈമിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ പുറപ്പാട് വരെയാണ്. അത് BC 2111 മുതൽ BC 1606 വരെയാണ്. ഈ കാലഘട്ടത്തിലാണ് ഇസ്മായേൽ അബ്രഹാമിന് ജനിക്കുന്നത്. അപ്പം ഇസ്മായേൽ അബ്രഹാമിന് ജനിച്ചു. അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് ഇസ്മായേൽ പുറത്താക്കപ്പെടുന്നത് വരെ ഒരു നീണ്ട 15 വർഷം അബ്രഹാമുമായിട്ട് ദൈവത്തിന് യാതൊരു വിധമായ സംസർഗവും ഇല്ലായിരുന്നു. അങ്ങനെ ഈ BC 2111 മുതൽ BC 1606 വരെയുള്ള കണക്ക് നാം പരിശോധിച്ചാൽ 505 വർഷമാണ് ടോട്ടൽ നമുക്ക് കിട്ടുന്നത്. 505 വർഷം. ഈ 505 വർഷത്തിൽ നിന്ന് 15 നമ്മൾ കുറച്ചാൽ 490 വർഷം നമുക്ക് കിട്ടുന്നു. അങ്ങനെയാണ് 70 ആഴ്ചവട്ടത്തിൻ്റെ ഒരു കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത പുറപ്പെടുന്നു. ശേഷം ശലോമോനാൽ ദൈവാലയത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നു. അവിടെ വരെയുള്ള വർഷങ്ങൾ 601 വർഷങ്ങളാണ്. അതായത് BC 1606 മുതൽ 1005 വരെ. ഇതിൽ പ്രധാനമായും ന്യായാധിപന്മാരെ ദൈവം ഇസ്രായേലിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്നു. ഈ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ന്യായാധിപന്മാർ
സമയത്ത് ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നു. അങ്ങനെ ഒരു 111 വർഷങ്ങൾ ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ 601 നിന്ന് 111 കുറയ്ക്കുമ്പോൾ 490 എന്ന വർഷം കിട്ടുന്നു. ഈ 2 കാലഘട്ടങ്ങളാണ് 70 ആഴ്ചവട്ടത്തിന് ഉപോത്ഫലകമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട 2 കാലഘട്ടങ്ങൾ. ഇനി BC 606, അതായത് 3-ാമത്തെ കാലഘട്ടം, 70 ആഴ്ചവട്ടത്തിൻ്റെ 3-ാമത്തെ കാലഘട്ടം, BC 606, 598, 587, ഇങ്ങനെ ഇവയെ 3 ഘട്ടങ്ങളായിട്ട് നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് കടന്നു വന്നു. അതിനെ നിരോധിക്കുന്നു, അതിൻ്റെ പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു, തീ വെച്ച് ചുട്ട് ചാമ്പലാക്കുന്നു എന്ന് വേണ്ട. അങ്ങനെ യെരൂശലേമിനെ ആക്രമിച്ച വർഷമാണ് BC 606, 598, 587. BC 445 മാർച്ച് 14 ദാനിയേൽ 9 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നത്. അങ്ങനെ ഈ ആരംഭിക്കുന്ന സമയത്ത് ഈ ആഴ്ചവട്ടത്തെ 9 ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് പഠിപ്പിക്കുന്നത്. അതിലൊന്ന് അതിക്രമത്തെ തടയണം, പാപങ്ങളെ മുദ്രയിടുക, അകൃത്യത്തിന് മുദ്രയിടുക, പ്രായശ്ചിത്തം വരുത്തുക, നിത്യനീതി വരുത്തുക, ദർശനം മുദ്രയിടുക, പ്രവചനം മുദ്രയിടുക, പരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. ഇങ്ങനെയുള്ള 9 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഇനി ഈ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 70 ആഴ്ചവട്ടത്തെ നമുക്ക് 3ആയിട്ട് വീണ്ടും തിരിക്കുവാൻ കഴിയും. ആ ഭാഗത്തെക്കുറിച്ചുള്ള പഠന വിഷയം നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ ജനത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവജനത്തോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നതിനായി സ്തോത്രം. ഈ പ്രഭാതം ഞങ്ങൾക്ക് എല്ലാവർക്കും ധന്യകരമാക്കി തന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ. ഞാൻ പറഞ്ഞതുപോലെ വയനാടിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കേരളത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിൽ ആകമാനം നടക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ ആത്മാവ് വിടുവിക്കാനായി നമുക്കൊരുമിച്ച് കരം കോർക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.